പിന്നെ കൂടോത്രം മന്ത്രവാദം ഒക്കെ കയറ്റിയവർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ മനസ്സ് വേറൊരാൾ വായിക്കാൻ തുടങ്ങും. പിന്നെ നമ്മൾ അതുപോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഉറപ്പിക്കാം, എന്താ വെച്ചാൽ നമുക്ക് എന്തോ മന്ത്രവാദം വെച്ചിട്ടുണ്ട്, ഇനി നമ്മൾക്ക് ആരോ കൂടോത്രം ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഈ കാലത്ത് വിശ്വാസമൊന്നുമില്ല, കാരണം ഞാൻ ഏകദേശം പറഞ്ഞോന്ന് മാത്രം. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ നല്ല നല്ല കഥകൾ കേട്ടിട്ടുണ്ട് ചോട്ടാനിക്കര ഭഗവതിയെ പറ്റിയിട്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ബാധയുണ്ട്, ബാധയുള്ള മേത്ത് ബാധയുള്ളവരെ കുളിപ്പിച്ച് തരും. അതുപോലെ തന്നെ അവിടെ ഗുരുതി കൂടി നടക്കുന്ന സമയത്ത് നമ്മുടെ മേത്ത് ദൈവം അറിയും. അപ്പം അറിയാൻ പറ്റും. അവിടെ പോയി കഴിഞ്ഞ് തുള്ളും. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ പോയി നോക്കിയിട്ട് പാലമരത്ത് ഇഷ്ടംമാരെ ആണി അടിച്ച് വെച്ചിരിക്കുന്നു. അത് വെച്ച് പറഞ്ഞാൽ അതുപോലെ ആവാഹനം ചെയ്തിട്ട് തളച്ച് വെച്ചിട്ടുണ്ട് പ്രേതഭൂതങ്ങളിൽ. അപ്പോൾ ഇവിടെ വെച്ച് നോക്കുമ്പോൾ എന്താണ് കീഴ്ക്കാവൂർ പല ക്ഷേത്രത്തിൽ പ്രേതബാധയുള്ളവരെ കൊണ്ടുപോയി അറിയാൻ പറ്റും. പിന്നെ ഒരു 3 ദിവസം 4 ദിവസം നമ്മൾ ഇവിടെ അമ്പലത്തിൽ ഭജന ചെയ്തിരിക്കേണ്ടി വരും, എന്നാലേ അറിയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പിന്നെ മന്ത്രവാദം കൂടുപത്രം ഇതൊക്കെ ഏറ്റവർക്ക് നല്ല നല്ല പൂജകൾ ചെയ്തിട്ട് ഇവിടെ മാറ്റി തരും കേട്ടോ.